നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ധാർമ്മിക മേഖലയിൽ ക്രൈസ്തവമായ ധാർമ്മികത അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ധാർമ്മിക ജീവിതം നയിക്കണമെന്നും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ ധാർമ്മികത ജീവിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് അവര് പട്ടണങ്ങളിൽ പോകുന്നു, അവര് ലിവിങ് ടുഗദർ, എന്തുകൊണ്ട് കുഴപ്പം ഇല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പോയി കൂടാന്ന് ചോദിക്കുമ്പോൾ വിവാഹേതര ബന്ധങ്ങള് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കാലം മാറിയില്ലേ, ധാർമ്മികത മാറണ്ടേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, നമ്മൾ മിശിഹായുടെ ശരീരമാണ്, കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് നമ്മൾ. നമുക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റില്ല, നമുക്ക് കൽപ്പനകളുണ്ട്, നമുക്ക് കർത്താവ് പറയുന്ന പോലെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വി ആർ ദ ചോസൺ പീപ്പിൾ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ. ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ജനമായിട്ട് മാറണം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് നല്ല ഫലപ്രദമായ രീതിയിൽ വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞു, അതിന് നമ്മൾ നാരറ്റീവ് മെത്തേഡ് ഉപയോഗിക്കണം, സ്റ്റോറി ടെല്ലിംഗ്. അതിന്റെ വിശാലമായ സാധ്യതകൾ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ പത്രങ്ങളിലെ സംഭവങ്ങളും വാർത്തകളും ഒക്കെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിരന്തരമായി വിഷയമാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് വരണം. അതുപോലെ വിശുദ്ധരുടെ ജീവിതത്തിലുള്ള കഥകൾ, മറ്റ് രീതിയിലുള്ള കഥകളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതാകുമ്പോൾ അവർ ഓർത്തിരിക്കും പല കാര്യങ്ങളും. നമ്മളാണെങ്കിലും സ്കൂളിൽ പഠിച്ച എത്ര ശാസ്ത്ര തത്വങ്ങൾ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന ചില കഥകളും അവർ പറഞ്ഞു തന്ന ചില ഉപദേശങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കഥ പറച്ചിലിന്റെ അസാമാന്യമായ ഒരു കഴിവാണ്, അതിന്റെ ഒരു ശക്തിയാണ് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം സഭ എന്താണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ ബോധ്യത്തോടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ധാർമ്മികമായ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം.